നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തേറ്റു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടന്റെ ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ കവർച്ച നടത്താനെത്തിയ ആളാണ് കുത്തിയതെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടക്കുന്നത്. നടന്റെ വീട്ടിൽ കവർച്ച നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. വീട്ടിൽ ശബ്ദം കേട്ട് നടനും കുടുംബവും എണീറ്റപ്പോഴാണ് ആക്രമികൾ കുത്തി പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ താരത്തിന് പരിക്കേറ്റു. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 6 മുറിവുകളാണ് ശരീരത്തിലുള്ളത്. ഇതിൽ 2 എണ്ണം ഗൗരവമുള്ളതാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒരു മുറിവ് നട്ടലിനോട് അടുത്താണ്. നടനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. അതേസമയം വീട്ടിലുണ്ടായത് കവർച്ചാ ശ്രമമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമി സംഘം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നടനെ ആക്രമിച്ചതാണോ എന്നുള്ളതിലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. താരത്തെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് ഈ പറയുന്ന സംഘം, മോഷ്ടാക്കൾ എന്ന് പറയപ്പെടുന്ന സംഘം, സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ നടനോടൊപ്പം ഭാര്യ കരീന കപൂറും മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം ഉറങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടിപ്പോയതായി പോലീസ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്തെന്നും പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ബാന്ദ്ര പോലീസ് പറഞ്ഞു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഒന്നിലേറെ സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. സെയ്ഫിന് എത്രമാത്രം പരിക്കുണ്ട് എന്നതിനെ പറ്റി പൂർണ്ണ വിവരം ലഭ്യമായിട്ടില്ലെന്നും മുംബൈ ക്രൈംബ്രാഞ്ച് സമാന്തര അന്വേഷണം നടത്തുന്നതായി മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ അദ്ദേഹം ചികിത്സയിലാണ്. കവർച്ചക്കാരനുമായുള്ള സംഘർഷത്തിൽ കുത്തേറ്റതാണോ അതോ പരിക്കേറ്റതാണോ എന്ന് ഇതുവരെ വ്യക്തമല്ല. ഞങ്ങൾ വിഷയം അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് IPS ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ അജ്ഞാതനായ ഒരാൾ ആക്രമിച്ചതിനെ തുടർന്ന് പുലർച്ചെ 3:30-ഓടെയാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. 6 മുറിവുകളുണ്ട്. ഇതിൽ 2 എണ്ണം ഗുരുതരമാണ്. നട്ടലിനടുത്തായി 1-ലധികം പരിക്കുകളുണ്ട്. കഴുത്തിനും കുത്തേറ്റു. 5:30-ഓടെ തുടങ്ങിയ ശസ്ത്രക്രിയ തുടരുകയാണ്. ന്യൂറോ സർജൻ, കോസ്മെറ്റിക് സർജൻ എന്നിവരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ഇതിനുശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നാണ് നടൻ ചികിത്സയിലുള്ള ലീലാവതി ആശുപത്രി CEO ഡോക്ടർ നീരജ് ഉറ്റാമനി പറഞ്ഞിരിക്കുന്നത്. 2012-ൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫും മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം. മക്കളായ തൈമൂർ, ജഹ് എന്നിവരാണ് കൂടെയുള്ളത്. 1993-ൽ പരമ്പര എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച സെയ്ഫ് അലി ഖാൻ പട്ടൌഡി കുടുംബാംഗമാണ്. നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂർ അലി ഖാന്റെയും മകനാണ്.